നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ പ്രണയരംഗങ്ങളിൽ തനിക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം തോന്നുന്നത് മോഹൻലാലിന്റെ കഥാപാത്രങ്ങളോടാണെന്ന് നടൻ സിദ്ദിഖ്. പ്രണയിക്കണമെന്ന് തോന്നുന്ന സമയത്ത് മോഹൻലാലിന്റെ പ്രണയത്തെയാണ് മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും സിദ്ദിഖ് പറഞ്ഞു. മലയാള സിനിമയിലെ പ്രണയത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ സിദ്ദിഖ്. പുതിയ ചിത്രമായ മധുരമി ജീവിതം സംബന്ധിച്ച അഭിമുഖത്തിനിടെയാണ് മലയാള സിനിമയിലെ താരങ്ങളുടെ പ്രണയാഭിനയത്തെക്കുറിച്ച് സിദ്ദിഖിന്റെ രസകരമായ നിരീക്ഷണം. മലയാള സിനിമയിൽ ആരാണ് ഏറ്റവും നന്നായി പ്രണയം അവതരിപ്പിക്കുന്നതെന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സിദ്ദിഖ്. പല താരങ്ങളുടെയും പ്രണയാഭിനയത്തെ വേർതിരിച്ച് വിലയിരുത്താൻ കഴിയില്ലെങ്കിലും മോഹൻലാലിന്റെ പ്രണയരംഗങ്ങളോടാണ് തനിക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ കഴിയുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്ക് എപ്പോഴെങ്കിലും പ്രണയിക്കാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ ഞാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മോഹൻലാലിന്റെ പ്രണയമാണ് എന്നായിരുന്നു സിദ്ദിഖിന്റെ വാക്കുകൾ. മോഹൻലാൽ പ്രണയത്തെ സമീപിക്കുന്ന രീതിയും പ്രണയത്തിലാകുന്ന കഥാപാത്രങ്ങളെ സ്ക്രീനിൽ അവതരിപ്പിക്കുന്ന രീതിയും തനിക്ക് ഏറെ ഇഷ്ടമാണെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. തനിക്ക് അത്തരത്തിലുള്ള പ്രണയം അവതരിപ്പിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതേസമയം മമ്മൂട്ടിയുടെ പ്രണയാഭിനയത്തെക്കുറിച്ചും സിദ്ദിഖ് വ്യത്യസ്തമായൊരു നിരീക്ഷണം പങ്കുവച്ചു. മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങളോട് പെൺകുട്ടികൾക്ക് പ്രണയം തോന്നുന്നതും അവർ അദ്ദേഹത്തോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നതുമാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്നാണ് സിദ്ദിഖ് പറഞ്ഞത്. മോഹൻലാലിന്റെ കാര്യത്തിൽ ഇതിന് നേരെ വിപരീതമായി തനിക്ക് അനുഭവപ്പെടുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാത്യു സക്കറിയ സംവിധാനം ചെയ്യുന്ന മധുരമി ജീവിതമാണ് സിദ്ദിഖിന്റെ പുതിയ ചിത്രങ്ങളിലൊന്ന്. സിദ്ദിഖും വിനയ പ്രസാദും പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രം കുടുംബ ബന്ധങ്ങളും ഏകാന്തതയും ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളുമാണ് പ്രമേയമാക്കുന്നത്. വിരമിച്ച ബാങ്ക് മാനേജരായ ചന്തു മേനോൻ എന്ന കഥാപാത്രത്തെയാണ് സിദ്ദിഖ് അവതരിപ്പിക്കുന്നത്. വിനയ പ്രസാദ് അവതരിപ്പിക്കുന്ന അധ്യാപിക മാധവിക്കുട്ടിയുടെ വരവ് ചന്തു മേനോന്റെയും ചുറ്റുമുള്ളവരുടെയും ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളിലൂടെയാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ടു പോകുന്നത്. ജോണി ആന്റണി, ഗായത്രി സുരേഷ്, പൂജിത മേനോൻ, ദിൽഷ പ്രസന്നൻ, ദിലേഷ് പണിക്കർ തുടങ്ങിയവരും ചിത്രത്തിലുണ്ട്. നടനായുള്ള സിദ്ദിഖിന്റെ കരിയറിലും മധുരമി ജീവിതം ശ്രദ്ധേയമായ ചിത്രമാണ്. 1985 ആ നേരം അല്പദൂരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ സിദ്ദിഖ് പിന്നീട് ഹാസ്യവും സ്വഭാവ വേഷങ്ങളും നായക പ്രതി കഥാപാത്രങ്ങളും അടക്കം നിരവധി ശ്രദ്ധേയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. 1990 പുറത്തിറങ്ങിയ ഇൻ ഹരിഹർ നഗർ അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയ വഴിത്തിരിവായി മാറിയ ചിത്രങ്ങളിൽ ഒന്നായിരുന്നു. വ്യത്യസ്ത തലമുറകളിലെ താരങ്ങളുടെ പ്രണയാഭിനയത്തെക്കുറിച്ചുള്ള സിദ്ദിഖിന്റെ തുറന്നുപറച്ചിൽ ഇതിനോടകം തന്നെ സിനിമാ പ്രേമികൾക്കിടയിൽ ശ്രദ്ധ നേടുകയാണ്.